കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കി. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയാണ് മൂഴിക്കൽ സ്വദേശി അദ്നാൻ കൊല നടത്തിയത്. ഇരുവരും ബന്ധുക്കളാണ്. മൃതദേഹങ്ങൾ 2 മുറികളിലായാണ് ഉണ്ടായിരുന്നത്. കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് അദ്നാൻ വീടിനുള്ളിൽ പ്രവേശിച്ചത്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഇച്ചിരി കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. അതെ, ഇപ്പം പ്രിലിമിനറി ആയിട്ട് അതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്. ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അല്ല, അതിപ്പോഴേ പറയാറായിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും പറയാൻ പറ്റും. അപ്പോൾ അത് പോസിബിൾ സൂയിസൈഡാണ്. പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതെ അതെ. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ. അനീസ് അലി കൂടുതൽ വിവരങ്ങളുമായി. അനീസ്, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എന്താണ്? പോലീസ് എത്തിയിട്ടുള്ള ഫൈൻഡിംഗ് എന്താണ്? പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ കൃത്യമായൊരു വിവരം നൽകൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 4:45 കൂടി വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇവർ ഇതേ തുടർന്ന് ഓടിയെത്തുകയും ആ സമയത്ത് ഈ മരിച്ച പെൺകുട്ടിയുടെ 16 വയസ്സുള്ള നസ്രീനയുടെ ഉമ്മയെ അപായപ്പെടുത്താൻ വേണ്ടി ഈ അദ്നാൻ ശ്രമിക്കുന്ന കാഴ്ച കാണുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അയൽവാസികൾ അറിയിക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് മുകൾ നിലയിൽ കയറി നോക്കിയപ്പോഴാണ്, അതിനുശേഷം ഈ കുട്ടിയുടെ ഉമ്മയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം മുകൾ നിലയിൽ കയറി നോക്കിയപ്പോഴാണ് പെൺകുട്ടി 16-കാരി മരിച്ചു കിടക്കുന്നത് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം ഉമ്മയുടെ ഉമ്മക്ക് അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് പിന്നീട് അദ്നാനെ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തിയത് എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഏതായാലും കുടുംബത്തിൽ ഈ മരിച്ച നസ്രീനയുടെ ഉമ്മയുടെ വീട്ടിലാണ് ഈ കുട്ടി താമസിച്ചിരുന്നത്. അവിടെ തന്നെ നേരത്തെ അദ്നാനും താമസിച്ചിരുന്നു. ഇതേ തുടർന്ന് സ്വഭാവ ദൂഷ്യം കണ്ടെത്തി ആ കുട്ടിയെ, അതായത് അദ്നാനെ ഇവിടെ നിന്ന് പുറത്താക്കിയതാണ് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇന്നലെ അവൻ എത്തുന്നത് കള്ളത്താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് വീട്ടുകാരെ അറിയിക്കാതെയാണ് എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇവൻ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പിന്നീട് ഉമ്മയെ കൂടി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നറിയുന്നു. അതിനുശേഷം ഇവൻ സ്വയം ജീവനൊടുക്കുകയാണ് എന്നാണ് ഇതുവരെയുള്ള പ്രാഥമിക നിഗമനങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് അറിയിക്കുന്നത്. കൂടുതൽ വിശദമായ പരിശോധനകൾ പോലീസ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമായി പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ പോലീസ് എന്താണ് ഇതിന്റെ ഒരു മോട്ടീവ് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അദ്നാന്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഈ പെൺകുട്ടി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഇവിടെ താമസിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തതിലുള്ള പകയാണ് ഈ അദ്നാനെ കൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യിപ്പിച്ചത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും ഈ അദ്നാൻ മറ്റെന്തെങ്കിലും തരത്തിൽ ഡ്രഗോ മറ്റോ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അതിലൊന്നും ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും ഇവനെ കുറിച്ച് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് ടി അനീസ് അലിയാണ്.